everyone, next വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ലെവൽസ്, ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ഫസ്റ്റ് നിഫ്റ്റി ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ഈ ഒരു ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് പ്രൈസ് ഇതിൻ്റെ അബവ് പോകണമെങ്കിൽ ബൗൺസ് കിട്ടും. 5 minutes ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ മോർണിംഗ് തന്നെ അവിടെ തന്നെയാണ് ഓപ്പണിംഗ് ആൻഡ് റിജക്ഷൻ പിൻ പോയിൻ്റ് റിജക്ഷൻ. റിജക്ഷൻ ദാറ്റ് മീൻസ് ചാനലിൻ്റെ ഈ അബവ് പ്രൈസ് ഇനിയും പോകണില്ല, അതാണ് അതിൻ്റെ അർത്ഥം, റൈറ്റ്? സോ എക്സാക്ട്ലി ഇവിടുന്ന് ഫurther ഡൗൺ സൈഡ് കിട്ടി. ആ ഡൗൺ സൈഡ് തേർഡിൻ്റെ ചാനലായിരുന്നു. ഞാൻ എന്താ പറഞ്ഞായിരുന്നു, തേർഡിലാണ് പ്രൈസ്. എങ്ങനെയായിരുന്നു തേർഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് 1 2 ഇത് 3 ആയിരുന്നു. 3 ചാനലായി ഇന്നലെ. ഓക്കെ, ഞാൻ ഈ മുകളിലത്തെ ലെവൽസ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാണ്. സോ തേർഡ് എക്സ്റ്റൻഷനിൽ ആണ്, സ്റ്റിൽ തേർഡ് തന്നെ ഓൺ ഗോയിങ് ആണ്. നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഇത് 1, ഓക്കെ, ഇത് 2 ചെറിയ ബൗൺസ് ആൻഡ് 3 ഇത് കണ്ടോ. സോ ഇനി നെക്സ്റ്റ് സപ്പോർട്ട് അതിൻ്റെ ആയിരുന്നു 200%. പ്രൈസ് 161.80% ഇപ്പോൾ ബൗൺസ് വരാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇനി ഈ ബൗൺസ് ഉണ്ടല്ലോ, ഇനി ബൗൺസ് കൂടുതൽ ബൗൺസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഐ തിങ്ക്. കാരണം വെച്ചാൽ ഇത് നമ്മുടെ 2 ഉണ്ടല്ലോ, ഇത് ഐ തിങ്ക് സോ. ഇപ്പോൾ എന്താ, ഇത് സി അല്ല, ഇമ്പൾസീവ് മൂവിലാണ് ഇപ്പോൾ ഫോൾ വരുന്നത്. ഓക്കെ, ഫോൾ വരുന്നത് ഐ തിങ്ക് ഇമ്പൾസീവ് മൂവിലാണ് ഇപ്പോൾ വരുന്നത്. ഇമ്പൾസീവ് മൂവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് 1 2 3, ഓക്കെ, ഇതിവിടെ 3, ഇപ്പോൾ 4 ആൻഡ് ദെൻ കുറച്ച് ബൗൺസ് ആൻഡ് ദെൻ വീണ്ടും 5th ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ടാകും, ശ്രദ്ധിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് ശരിക്കും. ഇപ്പോൾ പ്രൈസ് ഇന്ന് ഭയങ്കര ട്രാപ്പി ആയിരുന്നു. സെക്കൻഡ് സെഷനിൽ ഇവിടെയൊക്കെ ഭയങ്കര ട്രാപ്പി ആയിരുന്നു പ്രൈസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഫർദർ ഒരു ഡൗൺ സൈഡാണ്. ഞാൻ എൻഡിങ് ഡയൽ പാറ്റേൺ അതൊക്കെ കുറേ ഞാൻ കമൻറ്റൊക്കെ ചെയ്തായിരുന്നു, ബട്ട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ ഇവിടെ എൻഡിങ് ഡയൽ പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ബട്ട് അത് എന്താ 5 minutes ടൈം ഫ്രെയിമിലല്ല, 1 minute ടൈം ഫ്രെയിമിലാണ് ഇവർ എൻഡിങ് ഡയൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തത്. സോ എൻഡിങ് ഡയൽ പാറ്റേൺ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ബൗൺസ് മാത്രമേ നമുക്ക് ഇന്ന് കിട്ടിയുള്ളൂ. ഇത് കണ്ട് ടൈപ്പ് ഓഫ് എൻഡിങ് ഡയൽ പാറ്റേൺ പറയാം. 5 minutes കിട്ടിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ അടിപൊളിയായിരുന്നു നമുക്ക്. പക്ഷെ അത് എന്താ വെച്ചാൽ പവർ ഇല്ല, അത് കണ്ടോ, ഇതാണ്. ഓക്കെ, സോ ഇങ്ങനെ ആയിരുന്നു. എന്നിട്ട് അതിൻ്റെ അബവ് കിട്ടി, ബൗൺസ് കിട്ടുന്നുണ്ട് എക്സാക്ട്ലി. ബട്ട് പ്രൈസ് എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആയി കഴിഞ്ഞാൽ പ്രൈസ് 5 മൂവ്സിലാണ് മുകളിലേക്ക് പോകുന്നത്. സോ അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. പ്രൈസ് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇത് ഇവിടെ നിന്ന് പോയി, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രം ഹിയർ ടു 1 2 ചെറിയൊരു 3 4 and 5 പ്രോപ്പർലി ലീഡിങ് ഡയൽ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് പിന്നെ ഡിപ്പ് ആൻഡ് ദെൻ പിന്നെ മുകളിലേക്ക് പോയിട്ട് നല്ല ഒരു മൂവ് നമുക്ക് കിട്ടിയത്. ബട്ട് ഓവറോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലോ ആണ് ഇപ്പോൾ സപ്പോർട്ട്. ബാക്കി ബിഗർ ടൈം ഫ്രെയിമിൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബിഗർ ടൈമിൽ ഈ ചാനൽ ഞാൻ ഫസ്റ്റ് ഇത് കാണിച്ചു തരാം. ഈ ഒരു ചാനൽ അത് ബ്രേക്ക് ചെയ്തിട്ട് ദാറ്റ് മീൻസ് തേർഡ് വേവ് അല്ല, ഇപ്പോൾ 4th ആണ്. അത് നമുക്ക് കൺഫർമേഷൻ കിട്ടി. ദാറ്റ് മീൻസ് പ്രൈസ് 1 2 തേർഡിൻ്റെ ചാനലായിരുന്നു. ഈ ചാനൽ ബ്രേക്ക് ഡൗൺ ആയി. ഈ ചാനൽ ബ്രേക്ക് ഡൗൺ ആയ ദാറ്റ് മീൻസ് പ്രൈസ് പിന്നെ 4th ബട്ട് 4th പറഞ്ഞാൽ 4th സഡൻ സപ്പോർട്ട് ഓൾറെഡി ഉണ്ട്. സോ മറ്റേ ഇതിനകത്ത് മാർക്കറ്റ് ക്രാഷ് ആവാനുള്ള ചാൻസസ് ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ, ബട്ട് യെസ്, ഇതിൻ്റെ തേർഡ് കംപ്ലീറ്റ് ആയി. ദാറ്റ് മീൻസ് തേർഡിൻ്റെ ഹൈ അത് തന്നെയാണ്. ഇപ്പോൾ നമുക്കത് പറയാം, തേർഡിൻ്റെ ഹൈ ആയിരുന്നു ഇത്. ഓക്കെ, സോ തേർഡിൻ്റെ ഹൈ അത് കൺഫർമേഷൻ കിട്ടി, തേർഡിൻ്റെ ഹൈയിൽ നമുക്ക്. ഓക്കെ, ന്യൂ സബ്സ്ക്രൈബേഴ്സ് പഠിക്കാനാണെങ്കിൽ അവർക്ക് ഇത്തിരി കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. ഒത്തിരി പേര് ഇപ്പോൾ ഇന്നലെയൊക്കെ ഒത്തിരി പേര് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആഡ് ആയിട്ടുണ്ട് ഇതിനകത്ത്. ബട്ട് കുറച്ച് കൺഫ്യൂസ് ആയിരിക്കും. മാർക്കറ്റ് സ്ട്രക്ചർ പഠിക്കണം. ഇതാണ് ശരിക്കും നമ്മുടെ എലിറ്റ് വ്യൂ തിയറി ആൻഡ് പ്രോപ്പർ ടെക്നിക്കൽ അനാലിസിസ് തന്നെയാണെന്ന് പറയാം. ഓക്കെ, ഇതിനകത്ത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഉണ്ടാകും. ബട്ട് ഫ്യൂച്ചർ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ പറ്റും. ഞാൻ ഒരു പ്രീമിയം ചാനൽ, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ടെലിഗ്രാം ഒന്നും നടത്താറില്ല. കാരണം വെച്ചാൽ എനിക്ക് അതിന് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, നേരില്ല. ഞാൻ ഓൾറെഡി ബിസിയാണ്. എനിക്ക് പേഴ്സണലി ട്രേഡ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ടാവുമല്ലോ. സോ അതുകൊണ്ട് പഠിക്കാനുള്ളത് ഇവിടുന്ന് പഠിക്കുക യൂട്യൂബിന്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ബുക്സ് ഉണ്ട്, യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഡിഫറെൻറ്റ്. അതിനകത്ത് എലിറ്റ് വ്യൂ തിയറി ഉണ്ടാവും, ബുക്സ് എലിറ്റ് വ്യൂ തിയറിയുടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവിടെ നിന്ന് നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് 3 നോളജ് നമുക്ക് കിട്ടും എലിറ്റ് വ്യൂ തിയറി ബേസിൽ. അത് മസ്റ്റായിട്ട് പഠിക്കണം, എനിക്കത് തന്നെ പറയാനുള്ളതാണ്. ഓക്കെ, സോ ഇപ്പോൾ ഞാനിത് റീഡ് ചെയ്യുന്നത് എങ്ങനെ, ഇത് 1 ഫ്രം ഹിയർ, ഇത് 1 ഇത് 2 ഇത് ഫുൾ 3 ആയി എന്ന് പറയാം. ഓക്കെ, ആൻഡ് ദെൻ 4 ആൻഡ് മേ ബി 5th മുകളിലേക്ക് പോവുക, ഓർ 5th ഫെയിലിയർ ഉണ്ടാവാം. അതാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ഇപ്പോൾ 4th ആണോ എന്നാണ് നമുക്കിനി, ഇത് 4th തന്നെയാണോ നമുക്കത്
കൺഫർമേഷൻ കിട്ടണം. ഓക്കെ, ഫോർത്തിൻ്റെ സപ്പോർട്ട് നമ്മൾ ഓൾറെഡി ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോർത്ത് ആണെങ്കിൽ ഫോർത്തിൻ്റെ സപ്പോർട്ട് എത്രയൊക്കെ ഉണ്ടാവാറുണ്ട്, ഇത് ഓൾറെഡി മാർക്ക്ഡാണ് ഇവിടെ. ഫോർത്ത് മാക്സിമം 50%, 61% ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. 50% നമ്മളിപ്പോൾ നോക്കിയേ വേണ്ട. ഇപ്പോൾ എന്തായാലും നമുക്കത് കൺഫർമേഷൻ കിട്ടി. ഓക്കെ, സോ ഫോർത്ത് മാക്സിമം 50% വരാവുള്ളൂ. ബട്ട് ആസ് പെർ ഇലിറ്റ് വേവ് തിയറി ഫോർത്ത് തേർഡ് വേവ് എക്സ്റ്റൻഷനിലാണെങ്കിൽ ഫോർത്ത് 50% റെയർ ചാൻസസ് ആണ് 50% വരാനുള്ളത്. ഓക്കെ, സോ ഇനി അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. പ്രൈസിൻ്റെ നെക്സ്റ്റ് മൂവ് എന്താണ്. ഓക്കെ, പ്രൈസിൻ്റെ നെക്സ്റ്റ് മൂവ് എന്താണ് ഇനി നെക്സ്റ്റ് എനിക്ക് അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ ഇവരുന്ന് നമ്മൾ ഇതിൻ്റെ ഈ രണ്ടിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പോൾ പ്രൈസ് മുകളിലേക്ക് പൊക്കാൻ ശ്രമിക്കുകയാണ്. ബട്ട് കൺഫർമേഷൻ ഇല്ല, ഒരു പ്രോപ്പർ കൺഫർമേഷൻ അവർ തരുന്നില്ല. അതാണിപ്പോൾ. സോ 5 minutes ടൈം ഫ്രെയിമിൽ ഡയഗണൽ ഇതാണെങ്കിൽ, ഇത് ഡയഗണൽ പാറ്റേൺ ആണെങ്കിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ലോ സപ്പോർട്ടാക്കി മാർക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, ആൻഡ് ദെൻ ഇപ്പോൾ പ്രൈസ് പോകുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ 5 minutes നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ 1 2 3. സോ ABC. ഓക്കെ, ഇത് ഫുൾ BI, ABC സ്മോൾ ABC കംപ്ലീറ്റ് ആയ ബിഗർ A ആൻഡ് ദെൻ B ആൻഡ് Cയുടെ മൂവിലാണ് പ്രൈസ് ഇപ്പോൾ മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, 26,000 ഞാൻ ഇത് റെസിസ്റ്റൻസ് ഡിലീറ്റ് ചെയ്യാണ്. ഇപ്പോൾ പ്രൈസ് ഞാൻ ഇപ്പോൾ നോക്കുന്നത് എങ്ങനെയാണ്, ഇത് AI, ഇത് ഓവറോൾ B എപ്പോഴും എനേക്കാളും ഡബിൾ ടൈം എടുക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ് പ്രൈസ് ബിയിലാണ് അതൊരു ഷോർട്ട് ചെയ്യുക. ആൻഡ് സിയിൽ 5 moves ഉണ്ടാവും. അതാണ് ഇത് 1 2 3, ഇനി 4 5 മേ ബി നമുക്ക് നാളെ കാണാൻ കിട്ടും. സോ ഇത് A ആണ്, ഇത് ഇവിടെ വരെ B ആൻഡ് സിയുടെ 127% കംപ്ലീറ്റ് ആയി 161.80% ഒക്കെ നമുക്ക് നാളെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, 161.80% ആൻഡ് 200% വരെ നാളെ കിട്ടാനുള്ള ചാൻസസ്. മേ ബി നാളെ ഒരു കുഞ്ഞ് ഇവിടെ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഇവിടെ നിന്ന് ഡിപ്പ് എടുത്ത് സപ്പോർട്ട് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ടാകും. അങ്ങനെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഒത്തിരി റെയർ പാർട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് ഇതാണ് സിയിൽ 5 moves ഉണ്ടാവും. ദാറ്റ് മീൻസ് പ്രൈസ് ഇത്ര. ഓക്കെ, 50%ൻ്റെ ഈ റേഷ്യോ മാർക്ക് ചെയ്ത് വെക്കുക 955. ഓക്കെ, ഇതിൻ്റെ ബിലോ ഫസ്റ്റ് നാളെ ഓപ്പണിംഗ് എങ്ങനെയാണ്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യണം 25,955. ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറണം മുകളിലേക്ക്. ഈ 2 ടാർഗറ്റ് ഉണ്ട്, 630 ആൻഡ് 26,055. ഈ 2 ടാർഗറ്റ് അങ്ങനെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇൻ കേസ് ഡയറക്റ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇത് 4th ആൻഡ് ദെൻ 5th തന്നെ കംപ്ലീറ്റ് ആയി. പിന്നെ ദാറ്റ് മീൻസ് AB സെക്ഷൻ കംപ്ലീറ്റ് ആയി ആൻഡ് വീണ്ടും താഴേക്ക് ഫസ്റ്റ് റീട്രേസ്മെൻറ്റ് നോക്കാം. റീട്രേസ്മെൻറ്റ് ആണോ അല്ലെങ്കിൽ അത് ഫോൾ ആണോ വരുന്നത്, അതാണ് നമുക്ക് പിന്നെ നോക്കാനുള്ളത്. ഓക്കെ, താഴേക്ക് കൗണ്ട് ചെയ്താൽ മതി 1 2 3 4 5. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഫസ്റ്റ് ഫുൾ ഈ ഒരു ഇതിലേക്ക് ഫുൾ നമുക്ക് ഇങ്ങനെ ഇത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്നാൽ ഇങ്ങനെ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഫൈൻഡ് ചെയ്യുക. സോ ഈ 2 റെസിസ്റ്റൻസ് ഇവിടെ സിങ്ക് ആവുന്നുണ്ട്. ഏതാ 38.20% ആൻഡ് ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ നോക്കിയാൽ 200%. ദാറ്റ് മീൻസ് 26,055 നല്ല ഒരു റെസിസ്റ്റൻസ് സോണാണ് ഐ തിങ്ക് നാളത്തേക്ക്. ഓക്കെ, നാളത്തേക്ക്. സോ ഇവിടെ നിന്ന് റിജക്ഷൻ എടുത്തിട്ട് പ്രൈസ് താഴേക്ക് വരുമെങ്കിൽ താഴേക്ക് സ്മോൾ ടൈം ഫ്രെയിം, നിങ്ങൾ സ്മോൾ ടൈം ഫ്രെയിം അതിലേക്ക് വരുന്നത് എങ്ങനെയായിരിക്കും 1 2 3 4 5 ആയിട്ടാണ് നിങ്ങളുടെ സ്മോളസ്റ്റ് ടൈം ഫ്രെയിമിൽ അങ്ങനെ പ്രൈസ് താഴേക്ക് വരുള്ളൂ. ഡയറക്റ്റ് ഒറ്റയടിക്ക് അങ്ങനെ താഴേക്ക് വരികയില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. അതാണ് ഇത്ര ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളതാണ് നാളത്തേക്ക് അത്. ഓക്കെ, ബുള്ളിഷ്നെസ് എപ്പോഴേ സ്റ്റാർട്ടാകും ഈസി കാണുന്നില്ല ബുള്ളിഷ്നെസ്. ബട്ട് യെസ്, ഞാൻ ബുള്ളിഷ്നെസ് എങ്ങനെ പ്ലേ ചെയ്യും മീൻസ് പ്രൈസ് ഇപ്പോൾ ABC സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തു. സപ്പോസ് ABC സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തു മുകളിലേക്ക്, പ്രൈസ് താഴേക്ക് വരുമ്പോൾ ഹൈ അടിച്ചു. ഇവിടെ താഴേക്ക് വരുമ്പോൾ പിന്നെ ആ ഫുൾ ലെഗിൻ്റെ 81.20% ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ അപ്സൈഡ് നോക്കുകയുള്ളൂ. അല്ലെങ്കിൽ അപ്സൈഡ് നോക്കാൻ ചാൻസ് കുറവാണ്. പിന്നെ ആ ഒരു സിനാരിയോ കഴിഞ്ഞ് ഇവിടുത്തെ ആ റെസിസ്റ്റൻ്റ് താഴേക്ക് വരുവാണെങ്കിൽ റീസൺ ABC ബോട്ടം ഔട്ട് ആവാറില്ല. ഇത് കണ്ട ABC ആയിട്ടാണ് ഫസ്റ്റ് മൂവ് തന്നെ ABC ആയിട്ട്. ദാറ്റ് മീൻസ് 3 മൂവ്സിലാണ് പോയെങ്ങനെ 1 2 3. ഇമ്പൾസീവ് ആണെങ്കിൽ 5 മൂവ്സിൽ ഫസ്റ്റ് മൂവ് 5 മൂവിൽ പോവുകയുള്ളൂ. 1 2 3 4 and 5 അങ്ങനെ പോവുകയുള്ളൂ. ഇത് വീക്ക് സൈൻ ആണെന്ന് പറയാം. ഇത് ബോട്ടം ഔട്ട് ആക്കാനുള്ള ചാൻസസ് കുറവാണ്. ബൗൺസ് ആണ് തരുന്നത്. അതാണ് രണ്ട് വ്യത്യാസമുണ്ട്. ഇമ്പൾസ് ആണെങ്കിൽ 5 മൂവ്, ദാറ്റ് മീൻസ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ മേ ബി അവർ ബോട്ടം ഔട്ട് ആക്കും. ഇതാണെങ്കിൽ
ബോട്ടം ഔട്ട് ആക്കാൻ ചാൻസസ് അല്ല, ഇത് കറക്ഷനാണ്. അതാണ് കറക്ഷൻ എന്ന് പറയുന്നത്. കറക്ഷൻ ദാറ്റ് മീൻസ് ബൗൺസ്. ഇപ്പോൾ വരുന്ന ഇത് സംഭവം ബൗൺസ് ആണ്, പിന്നെ റിജക്ഷൻ താഴേക്ക് തന്നെ വരും. ഈ ലോ ബ്രേക്കിംഗ് ആൻഡ് താഴേക്ക് പുറത്ത് നമുക്ക് ലെവൽസ് താഴേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, താഴേക്ക് ലെവൽസ് നോക്കുകയാണെങ്കിൽ വേറെ നമ്മൾ എന്തായാലും ഇൻട്രാഡേ പർപ്പസിലല്ല നമ്മൾ പ്ലേ ചെയ്യാറുണ്ട്. സോ ആ സമയത്ത് എന്ത് ചെയ്യുക, തിരിച്ച് 5 അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതാ ഹൈ അതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുക, പിന്നെ താഴത്തെ ലെവൽസ് അങ്ങനെ ഫൈൻഡ് ചെയ്താൽ മതി. സോ താഴത്തെ ലെവൽസ് 127%, 161%, 161.80% എന്തായാലും ഈസി നമുക്ക് കിട്ടും. ബട്ട് ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മാറണം. എന്താണ് റീസൺ? ബിഗർ ടൈം ഫ്രെയിമിൻ്റെ 4th ഇവിടെ തീരാനുള്ള ചാൻസസ് ഉണ്ടാകും ആ സിറ്റുവേഷൻ. വീഡിയോ ഇത്തിരി ലോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ബട്ട് സോറി. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. എക്സ്പ്ലനേഷൻ മസ്റ്റാണ്. സോ ഞാൻ അതെന്തായാലും ഞാൻ തരാറുണ്ട്. റീസൺ ഒത്തിരി പേര് ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, സാർ ഫുൾ എക്സ്പ്ലനേഷൻ തരിക. എക്സ്പ്ലനേഷൻ ഇഷ്ടമാവുന്നുണ്ട്. എലിറ്റ് വേ തിയറി അതാണ്. നമ്മൾ ഡീപ്ലി നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഒന്നും പിടി കിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യുക, ബെസ്റ്റാണ് പ്രാക്ടീസ്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ടും കിട്ടും അപ്കമിങ് ടൈമിൽ. ഇപ്പോൾ റിസൾട്ട് ഒന്നും കിട്ടാൻ പോകുന്നത്, റിസൾട്ട് ഇപ്പോൾ കിട്ടിയില്ല. ഈ സമയത്ത് പ്രാക്ടീസ് മസ്റ്റാണ്. കാരണം വെച്ചാൽ എലിറ്റ് വേ തിയറി എന്ന് പറഞ്ഞാൽ ഒത്തിരി ടഫാണ്. നമ്മൾ ഞാനിപ്പോൾ ഷെയർ ചെയ്തെങ്കിൽ ബേസിക്സ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കൂടെ. ആ ഒരു പ്ലേലിസ്റ്റിൽ പോവുക, എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റ് പോവുകയാണെങ്കിൽ അവിടെ ഈസിലി നിങ്ങൾക്ക് ആ വീഡിയോസ് കിട്ടും. ആ ലേണിംഗ് വീഡിയോസിൻ്റെ ആ ഒരു ഫോൾഡർ ഉണ്ടാക്കി വെച്ചാൽ അതിനകത്ത് കാണാം നിങ്ങൾക്ക് ഫുൾ വീഡിയോസ്. ഓക്കെ, ഇനി നമുക്ക് ബാനിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാനിഫ്റ്റി കാണുന്നത് ഞാൻ ഇതിന് 1, 2, 3, 4th ബൗൺസ് ആണ്. ഐ തിങ്ക് ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ 2 അബവ് പോയാൽ മാത്രമേ ബുള്ളിഷ്നെസ്. എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുക. 2 അബവ് മാത്രം പോയാൽ മാത്രമേ ബുള്ളിഷ്നെസ് വരുള്ളൂ പ്രൈസ്. അങ്ങനെയാണ്. 2 ഏതാണ്? 2 ഇപ്പോൾ ഞാൻ ഇവിടെ കൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് 1, 2, 3 ABC and B and 1, 2, 3 ഇങ്ങനെയായിട്ടാണ് ഇപ്പോൾ പ്രൈസ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, 1, 2, 3, 4 and 5. സോ ബീയുടെ ബൗൺസ് ആണ് ഇതിനകത്ത് ബീയുടെ ബൗൺസ് ആണ് നടക്കുന്നത് കേട്ടോ. സോ ബീയുടെ ബൗൺസ് അങ്ങനെയാണെങ്കിൽ ഈ ലോ സപ്പോർട്ട് ചെയ്യും വയ്ക്കുക. 5 കംപ്ലീറ്റ് ആയി ബീയുടെ ബൗൺസ് ആണ്. ഓർ ബോട്ടം ഔട്ട് ആക്കുന്നുണ്ടോ അത് നോക്കട്ടെ നമുക്ക്. ഈ എപ്പോഴും ബോട്ടം ഔട്ടായി ഈ സംഭവം ബോട്ടമായിരുന്നു, അത് നമുക്ക് കൺഫർമേഷൻ എവിടെ കിട്ടും? മിനിമം 61.80%. അത് തന്നെയാണ് ഇവിടെ വരുന്നത് രണ്ടും. 61.80% ആൻഡ് 2 ഹൈ. ഇത് മിനിമം ഇത് ടച്ചിങ്ങിൽ ചെയ്യണം. അപ്പോഴാണ് നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. യെസ്, ഓക്കെ, പ്രൈസ് ഒരു ബുള്ളിഷ്നെസ്സിലാണ്, അല്ലെങ്കിൽ ഇത് ബോട്ടം ഔട്ട് ആവാറായി. ആ ഒരു സിറ്റാണ് വീണ്ടും താഴേക്ക് ഡിപ്പ് തന്നെ തരും. ഡിപ്പ് എന്തായാലും വരും, റിജക്ഷൻ എടുക്കും. ബട്ട് മിനിമം ഇത് ടച്ച് ചെയ്യണം. ബെസ്റ്റ് എന്താണ്? 81.20% ടച്ച് ചെയ്താൽ സൂപ്പറാണ്. ബട്ട് ഇത് 61.80% അബവ് പ്രൈസ് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയ. സോ ദാറ്റ് മീൻസ് പ്രൈസ് ബുള്ളിഷ്നെസ്സിലാണ്. എവിടെയെങ്കിലും പ്രൈസ് ബുള്ളിഷ്നെസ്സിലാണ്. സോ പ്രൈസ് മുകളിലേക്ക് പോയി. ഓക്കെ, ആവശ്യമില്ല. മുകളിലേക്ക് പോയിട്ട് റിജക്ഷൻ എടുക്കുന്നു. 61.80%, 81 ഈ രണ്ടിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ 81.20% ടച്ച് ചെയ്ത് റിജക്ഷൻ എടുക്കും. താഴേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ എന്തായാലും താഴേക്ക് വരണം. 5 മൂവ്സിൽ അല്ലെങ്കിൽ 3 മൂവ്സിൽ മുകളിലേക്ക് പോകും. മോസ്റ്റ്ലി 5 മൂവ്സാണ് മുകളിലേക്ക് പോകാറുണ്ട്. മുകളിൽ പോയി പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഡിഗ്രിയുടെ ഫോൾ വരും. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും, ഡിഗ്രിയുടെ ഫോൾ വരും. പിന്നെയാണ് റിവേഴ്സൽ കിട്ടുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പറയാം പ്രൈസ് റിവേഴ്സലായി. ടൈം എടുക്കും. ടൈം എന്തായാലും എടുക്കും. ഈസി അല്ല. നിങ്ങൾ മൂവ് മാത്രം കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു മൂവ് ഇപ്പോൾ പോയ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം നോക്കി 1, 2, 3 ആയിട്ടാണ് മുകളിലേക്ക് പോയേക്കുന്നത്. ഇതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ അതന്നെ 3 ഇത് കണ്ട 1, 2, 3 ABC. ഞാൻ ഇത് B കൗണ്ട് ചെയ്യുക. ആൻഡ് ദെൻ സിയുടെ മൂവ്. സിയിൽ 1, 2, 3 നിഫ്റ്റിയിൽ പോലെ തന്നെ 4 and 5 പെർഫെക്റ്റ് തന്നെയാണ്. അത് വെച്ചാൽ നമുക്ക് അത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ റിജക്ഷൻ സോൺ വരുന്നത് നോക്കുകയാണെങ്കിൽ 50% ഇതിൻ്റെ റിജക്ഷൻ സോൺ വെച്ചാൽ മതി. ബുള്ളിഷ്നെസ് ഇപ്പോൾ ഒന്നുമില്ല. 50% ആണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് സോൺ. ഐ ഫീൽ സോ 50% ഓർ 61.80. ഈ രണ്ടിൻ്റെ ഇടയിൽ നിന്ന് രണ്ടും ഇൻഡെക്സ് അങ്ങനെ തന്നെ റിജക്ഷൻ എടുത്തിടിച്ച് വരും. നിഫ്റ്റി 38.20% ആണ്. മാക്സിമം 50% പോകാറില്ല. നോക്കാം നാളത്തെ എങ്ങനെ സിറ്റുവേഷൻ എന്ന് നോക്കാം. സെൻസെക്സ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നിഫ്റ്റിയുടെ പോലെ തന്നെ എങ്ങനെ നമുക്ക് വയ്ക്കാം. സെൻസെക്സിൻ്റെ എക്സ്പയറി ആണല്ലോ നാളെ. സോ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഓക്കെ 38.20%, 51.38.20% ആൻഡ് 50%. ABC ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. നാളെ സെൻസെക്സ് പ്ലേ ചെയ്യാനാണെങ്കിൽ 61. ബുള്ളിഷ്നെസ് ഓവറോൾ ബുള്ളിഷ്നെസ് 81.20% അബവ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഈസി അല്ല.
സോ ഷോർട്ട് കവറിങ് അതൊക്കെ ഒന്നും ഈസിയല്ല. ഞാൻ കാണുന്നത് എന്താണ്, ഫസ്റ്റ് പ്രൈസ് മുകളിൽ പോയിട്ട് താഴേക്ക് വരണം, റിജക്ഷൻ എടുത്ത് താഴേക്ക് വരണം. താഴേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ എന്താ അത് ക്രിയേറ്റ് ചെയ്യുന്നത്, എന്നിട്ടേ നമുക്ക് കൺഫർമേഷൻ കിട്ടുള്ളൂ. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. പ്രൈസ് സഡൻ ഫോളാണ്, ഒന്നും കാണുന്നില്ല. പ്രൈസിൻ്റെ ഇത് നല്ല പോലെ ഫോളായിപ്പോയി, ബ്ലഡ് ബാത്ത് പോലെയാണല്ലോ ഇതിനകത്ത്. ഓവറോൾ സ്ട്രക്ചർ നോക്കാം, അത്രേ ഉള്ളൂ. താഴേക്ക് ഇപ്പോൾ ഫോൾ വരുന്നുണ്ട്. ഓവറോൾ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫ്രം ഹിയർ ടു ഇവിടെ വരെ. സോ ഇനി 81.20% ഇത് ഹോൾഡ് ചെയ്യണം. 81 ഇത് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ വീണ്ടും ഫോൾ തന്നെ വരുള്ളൂ. ബുള്ളിഷ്നെസ് ഇതിനപ്പോൾ ബുള്ളിഷ്നെസ് ഇത്തിരി ഗ്യാപ്പിലാണ് കേട്ടോ. സോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്ന് പറയാം. സീനിയർ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണം.